പ്രപഞ്ചോൽപത്തി ഭാഗം 6. ഇന്നത്തെ അറിവിൽ പെട്ടുനിൽക്കുന്ന നക്ഷത്രമണ്ഡലങ്ങളെല്ലാം നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും നക്ഷത്രങ്ങൾ നിരന്തരം ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതുനിമിത്തമായി പരിണതികൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതും അന്ത്യം സംഭവിക്കുന്നതുമാകുന്നു. പ്രാപഞ്ചികമായി സംഭവിക്കുന്ന ഉത്ഭവവും പരമാവധി വികാസവും യാതൊന്നും ശേഷിക്കാത്ത അവസാനവും എന്ന അടിസ്ഥാന സ്വഭാവം തന്നെയാണ് നക്ഷത്രങ്ങളുടെയും ഇതര ജ്യോതിർരൂപങ്ങളുടെയുമെല്ലാം ചെറുരൂപമായ മനുഷ്യനിലും മറ്റ് ജീവജാലങ്ങളിലും സംഭവിക്കുന്ന ജീവിതവും ജനിമൃതികളുമെല്ലാം. ഇവിധം ചലനവും ഭ്രമണവുമായ പ്രവൃത്തികളിലൂടെ നക്ഷത്രമായി തീരാൻ തക്ക രൂപങ്ങൾ പ്രകാശമുള്ളതായി തീരുകയും അനേകകാലം എന്ന് മനുഷ്യാവസ്ഥയുടെ കണക്കുകൾ സമർത്ഥിക്കുന്ന പഴക്കം കൊണ്ട് ആ ജീവശേഷി അതിൻ്റെ പരമാവധിയിൽ എത്തുന്നത് നിമിത്തമായി പരമാവധി പ്രകാശമുള്ളതായി തീരുകയും ചെയ്യുന്നു. പരമാവധി പ്രവർത്തനത്തിലും അതുവഴി പ്രകാശതരമായ പൂർത്തീകരണത്തിലും എത്തേണ്ടുന്നതിനായി ജീവശേഷിക്കൊത്ത് കേന്ദ്രീകൃത ശക്തിക്ക് ചുറ്റുമായി നിശ്ചിതമായ ഭ്രമണം എന്ന പ്രവൃത്തി നക്ഷത്രങ്ങൾക്കും പൂർത്തിയാക്കേണ്ടതായിട്ടിരിക്കുന്നു. ജീവികളെ സംബന്ധിച്ച് കേന്ദ്രീകൃതമായ ഒരു നിയന്ത്രണവും അതിനൊത്ത പ്രവർത്തനവും എന്നത് വളർച്ചാ വികാസങ്ങൾ സംഭവിക്കുന്നതിനും തലച്ചോറിന്റെ പ്രവർത്തനം പരമാവധിയിൽ എത്തുന്നതിനും അനിവാര്യമായിരിക്കുന്നു എന്നതിനു തുല്യമായ പ്രാപഞ്ചികമായ പ്രവർത്തനവും അനുഭവവുമാണ് നക്ഷത്രതരമായ പരിണാമ പ്രക്രിയയിലും കാണാനാവുന്നത്. ക്രമേണയായ വികാസം അതിൻ്റെ പാരമ്യത്തിൽ എത്തിയതിനു ശേഷം നക്ഷത്രങ്ങളിൽ സംഭവിക്കുന്ന ശേഷി ക്ഷയത്തിന് തുല്യമായ പ്രാപഞ്ചികമായ അനിവാര്യതയിലൂടെ ജീവികളുടെ വളർച്ചാ വികാസം അതിൻ്റെ പരമാവധിയിൽ എത്തിയ ശേഷം ക്ഷയിച്ചു വരികയും ചെയ്യുന്നു. ശേഷി കുറഞ്ഞ് പ്രഭാവം നഷ്ടപ്പെടുന്ന നക്ഷത്രത്തിന് അനിവാര്യമായ മരണം സംഭവിക്കുകയും നക്ഷത്ര ശരീരം അന്ധകാര സാന്ദ്രതയായി അവസ്ഥാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു. ശരീരത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും അവസാനമായ മരണത്തിന് ശേഷവും ജീവൻ നശിക്കാതിരിക്കുന്നതുപോലെ, എന്നാൽ ദൃശ്യമല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നതുപോലെ അത്യധികമായി ശോഭിച്ചു നിന്ന നക്ഷത്രജീവൻ മറ്റെന്തെങ്കിലുമായി രൂപപ്പെടുന്നതിന് അഥവാ വീണ്ടും ജനിക്കുന്നതിനായി നിഗൂഢ സൂക്ഷ്മത പ്രാപിക്കുകയും ചെയ്യുന്നു. ദൈർഘ്യം കൽപ്പിക്കാനാവാത്ത കാലപ്പഴക്കത്തിലൂടെ സംഭവിച്ച ജീവനുകളുടെ ഉന്നത രൂപാവസ്ഥയും ശേഷിയുമാകുന്ന നക്ഷത്ര സമൂഹങ്ങളുടെ സമൂലമായ നാശം എന്നെങ്കിലും സംഭവിക്കുന്ന പക്ഷം സംജാതമാകുന്ന അവസ്ഥ എന്നത് ഇന്നത്തെ പ്രപഞ്ചം ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് എന്ന് സങ്കല്പിക്കാനാവുന്ന സാന്ദ്രമായ അന്ധകാര ശൂന്യതയും ഒന്നും തിരിച്ചറിയാൻ ആവാത്ത അവസ്ഥയും ആയിരിക്കും. നശിക്കാത്ത ജീവന്റെ പ്രവർത്തനമായി ജനിമൃതികളിലൂടെ സംഭവിക്കുന്നത് നിമിത്തം പ്രപഞ്ചം എന്നത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ജനിമൃതികളും പുനർജന്മവും പോലെ മനുഷ്യർക്ക് കണ്ടുപിടിക്കാനാവാത്ത കണക്കുകളുടെ സങ്കീർണത ഉൾക്കൊള്ളുന്നതും മനനത്തിന് വഴങ്ങാത്ത കാലങ്ങളുടെ പഴക്കം ഉള്ളതും തന്നെയാകുന്നു. പ്രപഞ്ചത്തിന്റെ പ്രായനിർണയവും പഴക്കം കണ്ടെത്തലും എന്നൊക്കെയുള്ളത് ഒരു വലിയ കണ്ടെത്തലാണെന്ന് മനുഷ്യൻ ധരിച്ചു വച്ചിരിക്കുന്നുവെങ്കിലും അതൊരു പ്രാപഞ്ചികമായ കൊച്ചു വിനോദമാണ് എന്ന് പറയാം. അനേകമനേകം ജന്മങ്ങൾ നിരവധിയായ ജന്തു സസ്യരൂപങ്ങളിലായി കടന്നുവന്ന് മനുഷ്യൻ വരെ എത്തിയ ഒരു ജീവന്റെ ഒരു ജന്മത്തിലെ മാത്രം പ്രായം കണക്കുകൂട്ടുന്നത് പോലുള്ള ഒരു വലിയ കണ്ടെത്തലായി പ്രപഞ്ചത്തിന്റെ പ്രായത്തെക്കുറിച്ചുള്ള ഇന്നത്തെ അറിവ് നിലകൊള്ളുകയും ചെയ്യുന്നു. ദൃശ്യമായ ഇന്നത്തെ പ്രപഞ്ചത്തിന്റെ പൂർണ്ണനാശം എന്നെങ്കിലും സംഭവിക്കുന്നതിനുള്ള സാധ്യതയും ഇന്ന് മനസ്സിലാക്കാനാവുന്നു. നാം അധിവസിക്കുന്ന ഭൂമിയും സൗരയൂഥം ആകെത്തന്നെയും പ്രാപഞ്ചികമായ ജീവിത ദൈർഘ്യവുമായി ഒത്തുനോക്കുമ്പോൾ കൃത്യമായ മനനത്തിന് വഴങ്ങത്തക്ക വിധം സമീപകാലത്തു തന്നെ സമൂലമായി നശിക്കുമെന്നും വിചാരിക്കാൻ കഴിയുന്നു.
സൂര്യന്റെയും ഗ്രഹോപഗ്രഹങ്ങളുടെയും മരണത്തിന് മുമ്പേ തന്നെ മരിച്ചടങ്ങുന്ന ജീവജാലങ്ങൾക്ക് മരണാനന്തരവും സൂക്ഷ്മമായി നിലകൊള്ളുന്ന സൗരയൂഥ സങ്കല്പത്തിനുള്ളിൽ തനതായ അസ്തിത്വത്തോടെ സൂക്ഷ്മമായി നിലകൊള്ളുന്നതിന് സാധ്യവുമായി വരുന്നു. സൂക്ഷ്മരൂപമായി തീരുന്ന സൗരയൂഥത്തിനുള്ളിൽ തനതായ അസ്തിത്വത്തോടെ സൂക്ഷ്മമായി നിലകൊള്ളുന്നതിന് ജീവനുകൾക്ക് സാധ്യമാവുക എന്നത് ഊർജവിനിമയം എന്ന നിലയിൽ തനതായ പ്രവർത്തനവും തനതായ ചിന്തയും തനതായ അനുഭവവും കാരണമായുള്ള അവകാശമായി പ്രാപഞ്ചികമായി ലഭ്യമാവുന്നതുമായിരിക്കും. എണ്ണിയാലൊടുങ്ങാത്ത സൗരയൂഥങ്ങളും നക്ഷത്രമണ്ഡലങ്ങളും ഒന്നാകെ നശിച്ച് ഊർജം പ്രവർത്തനരഹിതമായി നിലകൊള്ളുന്ന അവസ്ഥയാകുന്ന അന്ധകാരം നിക്ഷിപ്തമായ ജീവോർജത്താൽ പ്രവർത്തിച്ച് അതിൻ്റേതായ കാലപ്പഴക്കം കൊണ്ട് അനന്തമഹാശൂന്യതയിൽ മുമ്പ് എന്ന പോലെ പുതിയ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ കുറിക്കുകയും ചെയ്യുന്നു. അന്ധകാര മഹാശൂന്യതയിൽ പുതുതായി ജനിച്ച് പ്രവർത്തിച്ചു നിൽക്കുന്ന പ്രപഞ്ചരൂപം സൗരയൂഥങ്ങളാലും നക്ഷത്രമണ്ഡലങ്ങളാലും നിറഞ്ഞ് അവയുടെ അവകാശം എന്ന തനതായ വികേന്ദ്രീകൃത സ്വഭാവത്തിൽ നിലകൊള്ളുകയും ചെയ്യും. ഉയർന്ന ജീവനെ പിൻപറ്റുന്ന പ്രാപഞ്ചികമായ വിധേയത്വത്തിലൂടെ ജ്യോതിർരൂപങ്ങളും നക്ഷത്രമണ്ഡലങ്ങളും കേന്ദ്രീകൃത ജീവന് അധീനമായി പ്രവർത്തിക്കുന്നത് നിമിത്തം സ്ഫോടനമെന്ന വിഘടനത്തിലൂടെ ഒരിക്കൽ ഇതെല്ലാം ഒന്നിൽ നിന്ന് ഉത്ഭവിച്ച് എല്ലായിടത്തും വ്യാപിച്ചതായി വിചാരിക്കാൻ തക്ക വിധത്തിലുമായി വരുന്നു. സമ്പൂർണ്ണ നാശം എന്ന പ്രപഞ്ചത്തിന്റെ അപ്രത്യക്ഷത സംഭവിച്ചാൽ തന്നെ അതീവ സാന്ദ്രമായി തീരുന്ന അന്ധകാര നിറവിൽ നിന്നുകൊണ്ട് സ്വന്തം സംഭരിത ശേഷി സൂക്ഷ്മത ഉപയോഗിച്ച് പ്രവർത്തിച്ച് കാലമെത്തുമ്പോൾ ജീവശേഷികൾ ഓരോന്നും പുതിയൊരു പ്രപഞ്ച കേന്ദ്ര ശക്തിയായും നക്ഷത്രമണ്ഡല കേന്ദ്രങ്ങളായും നക്ഷത്രങ്ങളായും നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളായും ഉപഗ്രഹങ്ങളായുമൊക്കെ ഓരോ അവസ്ഥയിൽ രൂപം കൊണ്ട് കുറഞ്ഞ ശേഷിയുള്ളവ കൂടിയ ശേഷിയുള്ളവയെ ആശ്രയിച്ച് അതാതിന് അവകാശമായി തീരുന്ന ഇടത്ത് പ്രവർത്തിച്ചു നിൽക്കുന്നതിന് ഇടവരികയും ചെയ്യുന്നു. പ്രപഞ്ചം എന്ന അതിവിശാലതയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അസംഖ്യം നക്ഷത്രമണ്ഡലങ്ങൾക്കും സൂര്യന്മാർക്കും സ്വയം പ്രകാശമില്ലാത്ത ഗോളങ്ങൾക്കുമുള്ള അവയുടെ രൂപവും പ്രവർത്തനശേഷിയും പ്രപഞ്ചത്തിലെ സ്ഥാനവുമെല്ലാം അവയെ ചലിപ്പിക്കുന്ന ജീവശേഷികളുടെ അവകാശങ്ങൾക്ക് ആനുപാതികമായി ലഭിച്ചു വരികയും ചെയ്യുന്നു. പ്രപഞ്ചകേന്ദ്രത്തിൽ നിന്ന് വിദൂരത്തായി നിലകൊള്ളുന്ന ഒരു ജീവശേഷിയുടെ വൈഭവമാകുന്ന സൂര്യനെയോ മറ്റോ നിരീക്ഷിക്കുന്ന പക്ഷം അത് പ്രപഞ്ചകേന്ദ്രത്തിന്റെ അത്യധിക സമ്മർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്നതായി വന്നാൽ ആ ശേഷി യാതൊന്നും ചെയ്യാനാവാത്ത സങ്കല്പാവസ്ഥ ആയിത്തീരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടി വരിക. സൂര്യനെയും ഭൂമിയെയും ചന്ദ്രനെയും ഇവയെല്ലാം മുഖാന്തരം പ്രവർത്തനക്ഷമമാവുന്ന ജീവരൂപങ്ങളെയും ശ്രദ്ധിച്ചാൽ അവയുടെയെല്ലാം പ്രവർത്തനങ്ങളും സൗന്ദര്യവും ചൈതന്യവും വ്യക്തമാവുന്നത് ബാഹ്യമായിട്ടാണ് എന്ന് കാണാം. വിന്യസിക്കപ്പെട്ട നക്ഷത്രമണ്ഡലങ്ങളെപ്പോലെ മനോഹരവും ദൃശ്യതരവുമായി യാതൊന്നും കാണാനാവുകയില്ലെങ്കിലും പ്രപഞ്ചകേന്ദ്രമെന്ന അത്യതീവ ശക്തിയാവുന്ന സകല കാരണോർജത്തിന്റെ മാഹാത്മ്യം വിന്യസിക്കപ്പെട്ട് പ്രവർത്തിച്ചു നിൽക്കുന്ന മുഴുവൻ പ്രപഞ്ചത്തിന്റെയും മാഹാത്മ്യത്തിന് തുല്യവുമായിരിക്കുന്നു. സൂര്യന്റെയും ഭൂമിയുടെയും ചന്ദ്രന്റെയും പൊതുഗുണമായ ആകർഷണ ശക്തിയുടെയും മണ്ണിന്റെ ഗുണവിശേഷങ്ങളുടെയും ബാഹ്യലോകത്തു നിന്ന് ലഭ്യമാവുന്ന പ്രകാശതരമായ ഊർജവിശേഷങ്ങളുടെയും സംഗമ സത്തയായി പ്രവർത്തിച്ചു നിൽക്കുന്ന പൂർത്തീകരണം എന്നത് ജീവരൂപങ്ങളും അവയത്രയും ഭൂമിയുടെ ഉപരിതലത്തിലും ആകുന്നുവെന്നാണ് കാണാനാവുക. വെളിച്ചവും ശൂന്യതയിലുള്ളതുമെല്ലാം ഭൂമിക്ക് ദൃശ്യമാവുന്നത് ബാഹ്യപ്രതലത്തിൽ കൂടിയാണ്. അഥവാ ജീവികൾ ബാഹ്യപ്രപഞ്ചത്തെ അറിയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ വസിച്ചുകൊണ്ടാണ്. സൂര്യഗോളത്തിന്റെ ആകെ പ്രവർത്തനശേഷിയുടെ ബഹിർസ്ഫുരണം പ്രകാശം എന്ന നിലയിൽ ബാഹ്യതലത്തിലാണ് കാണാനാവുക. എല്ലാ ജ്യോതിർഗോളങ്ങളുടെയും സംഗമ പ്രവർത്തന ഫലവും യോഗ്യതയുമായി നിൽക്കുന്ന മനുഷ്യജീവനെ എടുത്തു കണ്ടാൽ ആ ജീവപ്രവർത്തനമാകുന്ന ശരീരാന്തർഭാഗത്തിന്റെ മുഴുവൻ ഗുണവിശേഷങ്ങളുമാണ് ബാഹ്യാവസ്ഥയിൽ ദർശിക്കാനാവുന്നത് എന്ന് മനസ്സിലാക്കാം.
അതായത് സൗന്ദര്യവും ശക്തി ദൗർബല്യങ്ങളും പ്രവർത്തനത്തിൻ്റെ യോഗ്യത അയോഗ്യതകളും എന്നത് ജീവനിലുള്ള സൂക്ഷ്മമായ നിക്ഷിപ്താവസ്ഥകളും പ്രപഞ്ചവിശേഷങ്ങളുടെ പ്രാതിനിധ്യമായ ആന്തരാവയവങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ സംഭവിക്കുന്ന വെളിപ്പെടലുകളാണ്. കാരണതരമായ ബോധ്യത്തോടെ കാണുന്ന പക്ഷം പ്രപഞ്ചകേന്ദ്രത്തിൽ നിന്ന് അകന്ന് വിദൂരമായ ബാഹ്യപരിധിയിൽ എവിടെയോ വരുന്നത് എന്ന് കരുതാവുന്ന നമ്മുടെ സൗരയൂഥത്തിനും ഭൂമിക്കും ഇവിടെ ജനിച്ച് പ്രവർത്തിക്കുന്നവരായ നാം മനുഷ്യർക്കും പ്രപഞ്ചത്തിൽ സുപ്രധാനമായ സ്ഥാനവും അവകാശവും ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കാവുന്നതേയുള്ളൂ. ജീവപ്രവർത്തനം എന്നത് സൗരയൂഥ ശേഷിയുടെ പരമാവധി സങ്കീർണതയും വിശേഷതയുമുള്ള വൈഭവം ആയതുകൊണ്ട് സൗരയൂഥ ഗുണങ്ങളെ ഉൾക്കൊണ്ട് പൂർണ്ണതയിൽ എത്തുന്ന ജീവൻ ജ്യോതിർഗോളങ്ങളിൽ നിലകൊള്ളുന്ന തനതായ ചൈതന്യത്തെക്കാൾ വിശേഷതയുള്ളതും മഹത്വമേറിയതും പുനർനിർമ്മിതി എന്ന നിലയിൽ ജ്യോതിർഗോള പ്രവർത്തനങ്ങളുടെയെല്ലാം കാരണവുമായി ഭവിക്കുന്നു. മനുഷ്യൻ്റെയും മറ്റ് ജീവികളുടെയും മൃദുശരീരവും പ്രവർത്തന രീതിയുമെന്നത് ജ്യോതിർഗോളങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി കാണുന്നതിന് മാത്രം കഴിയുന്നത് നിമിത്തമായി ജ്യോതിർഗോളങ്ങളിൽ ചൈതന്യമായി നിലകൊള്ളുന്ന ജീവനെ ബോധ്യപ്പെടാൻ മനുഷ്യന്റെ ഇന്നത്തെ പ്രാപ്തിക്ക് കഴിയുന്നില്ല എന്ന് മാത്രം. പ്രപഞ്ച സൃഷ്ടിയുടെയും ജീവോൽപത്തിയുടെയും ജീവപരിണാമത്തിൻ്റെയും കാരണങ്ങളെയും ലക്ഷ്യങ്ങളെയും സംബന്ധിക്കുന്ന കണ്ടെത്തൽ എന്ന ആവശ്യകത സാധ്യമാക്കുന്ന എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന കൃത്യതയും വ്യക്തതയുമുള്ള തനതായ അറിവിലൂടെ എല്ലാറ്റിനും കാരണമായി തീരുന്ന ജീവനെ ബോധ്യപ്പെടുന്നതിന് സാധ്യമായി തീരുന്നു. ഭൂമിയിൽ ലഭ്യമാവുന്ന ഊർജ വൈവിധ്യങ്ങളെ യോഗ്യതയോടെ ഉപയോഗപ്പെടുത്തി നാം മനുഷ്യൻ്റെയും മറ്റ് അവസ്ഥകളിലുള്ള ജീവവൈവിധ്യങ്ങളുടെയും പ്രാപഞ്ചികമായ ലക്ഷ്യത്തിന് ഒത്ത വളർച്ച സാധ്യമാക്കാൻ കഴിയുന്നതുമാണ്.